ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജിന. ബയോളജി നോട്ട് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC HSA നാച്ചുറൽ സയൻസ്, കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എന്നീ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബയോളജി നോട്ട് ബുക്ക്. 8ാം ക്ലാസ് മുതൽ ഉയർന്ന ക്ലാസ്സുകളിലുള്ള എല്ലാ ബയോളജി നോട്ട് ബുക്കുകളും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സും ടോപ്പിക്കും കമൻ്റായിട്ട് അറിയിക്കുക. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ തയ്യാറാക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ SCERT സിലബസിലെ 8ാം ക്ലാസ്സിലെ കൃഷി ജീവിതം തന്നെ എന്ന പാഠത്തിലെ പ്രധാന ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ നോട്ട് ബുക്ക്. 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാന ചില ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നോട്ട് ബുക്കായിട്ട് തരുന്നത്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ. എന്താണ് വർഗസങ്കരണം? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായവയെ തമ്മിൽ യോജിപ്പിച്ച് മേന്മയുള്ളവയെ വികസിപ്പിക്കുന്ന രീതിക്ക് ആണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളവയും തമ്മിൽ യോജിപ്പിച്ച് മേന്മയുള്ളവയെ വികസിപ്പിക്കുന്നതിനെയാണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പയറ് ചെടി. ഒരു വിഭാഗം പയറ് ചെടി എണ്ണം കൂടുതലുണ്ട്, എന്നാൽ രോഗപ്രതിരോധം കുറവാണ്. ഒരു വിഭാഗം പയറ് ചെടി രോഗപ്രതിരോധം കൂടുതലാണ്, എന്നാൽ എണ്ണം കുറവാണ്. ഈ രണ്ട് വ്യത്യസ്ത ഗുണങ്ങൾ തമ്മിൽ യോജിപ്പിച്ചാൽ എണ്ണം കൂടുതൽ ഉള്ളതും രോഗപ്രതിരോധമുള്ളതുമായ മേന്മയുള്ള പയർ ചെടി ലഭിക്കും. ഇത്തരത്തിലുള്ള സങ്കരണത്തിനാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. അതായത് ഒരേ വർഗം വ്യത്യസ്ത ഗുണം, ഈ വ്യത്യസ്ത ഗുണങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു, എന്നിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ഗുണം ലഭിക്കുന്നു. ഇതിനെയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. സാധാരണ വർഗസങ്കരണത്തിലുള്ള പ്രധാന ഘട്ടങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിന് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സസ്യങ്ങൾ വേണം. ഒരു സസ്യത്തെ മാതൃസസ്യമായിട്ട് എടുക്കുന്നു, രണ്ടാമത്തെ സസ്യം പിതൃസസ്യമായിട്ട് എടുക്കുന്നു. ഇനി മാതൃസസ്യത്തിലെ കേസരം നീക്കം ചെയ്യുന്നു. പിതൃസസ്യത്തിൽ നിന്നും പരാഗരേണുക്കൾ ശേഖരിക്കുന്നു. മാതൃപുഷ്പത്തിലേക്ക് പരാഗണ രേണുക്കൾ നിക്ഷേപിക്കുന്നു. എന്നിട്ട് മാതൃസസ്യം പോളിത്തീൻ കവർ കൊണ്ട് മൂടുന്നു. ശേഷം വിത്ത് ശേഖരിക്കുന്നു, മുളപ്പിക്കുന്നു, ഗുണമേന്മയുള്ള സന്തതികളെ വളർത്തുന്നു. മാതൃസസ്യം പിതൃസസ്യം. മാതൃസസ്യത്തിൽ നിന്ന് കേസരം നീക്കം ചെയ്യുന്നു, പിതൃസസ്യത്തിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിക്കുന്നു. ഇങ്ങനെ ശേഖരിച്ച പരാഗരേണുക്കൾ മാതൃപുഷ്പത്തിലെ പരാഗണം നടത്തുന്നു. പോളിത്തീൻ കവർ കൊണ്ട് മൂടുന്നു, വിത്ത് ശേഖരിക്കുന്നു, മുളപ്പിക്കുന്നു, ഗുണമേന്മയുള്ള സന്തതികളെ വളർത്തുന്നു. ഈ രീതിയിലാണ് വർഗസങ്കരണം നടത്തുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട അടുത്ത ഘട്ടമാണ്
നിർദ്ധാരണം അഥവാ സെലക്ഷൻ. തലമുറകളിൽ വർഗസംകരണ പ്രക്രിയ ആവർത്തിച്ച് ഗുണമേന്മ ഉറപ്പാക്കാനുള്ള തിരഞ്ഞെടുപ്പിനെയാണ് നിർദ്ധാരണം അഥവാ സെലക്ഷൻ എന്ന് പറയുന്നത്. തലമുറകളിൽ വർഗസംകരണ പ്രക്രിയ ആവർത്തിച്ച് ഗുണമേന്മ ഉറപ്പാക്കാനുള്ള തിരഞ്ഞെടുപ്പിനെയാണ് നിർദ്ധാരണം അഥവാ സെലക്ഷൻ എന്ന് പറയുന്നത്. 8ാം ക്ലാസ്സിലെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചില സങ്കര ഇനങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമാത്രമല്ല, ഇതിന് കൂടുതൽ ഇനങ്ങൾ ഉണ്ട്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നോട്ട് ബുക്കായിട്ട് തരുന്നതായിരിക്കും. ഇത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠത്തിലുള്ള സങ്കര മാത്രമാണ് നോട്ട് ബുക്കിൽ തന്നിരിക്കുന്നത്. കൂടുതൽ സങ്കര ഇനങ്ങൾ തുടർന്നുള്ള നോട്ട് ബുക്കുകളിൽ തരുന്നതായിരിക്കും. അപ്പം ആദ്യം അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ടാണ് 8ാം ക്ലാസ്സിലെ ബുക്കിലെ പാഠത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. തുടർന്ന് വലിയ ക്ലാസ്സിലെ നോട്ട് ബുക്കുകൾ തരുന്നതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. നെല്ല് സങ്കര ഇനത്തിന് ഉദാഹരണമാണ് അശ്വതി, ജയ, IR 8. നെല്ല് സങ്കര ഇനം അശ്വതി, ജയ, IR 8. തെങ്ങിൻ്റെ സങ്കര ഇനമാണ് T*D, D*T. പശു സുനന്ദിനി. ഈ സുനന്ദിനിയെ വികസിപ്പിച്ചെടുത്തത് മാട്ടുബെട്ടി ഇന്തോസിസ് പ്രൊജക്റ്റിലാണ്. കോഴിക്ക് ഉദാഹരണമാണ് അതുല്യ. കോഴിയുടെ സങ്കര ഇനമാണ് അതുല്യ. ഇതിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയിലാണ്. ഇനി പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് പറയാൻ പോകുന്നത്. കുറേയധികം കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഇതിൽ പറയുന്നത്. കൂടുതൽ തുടർന്നുള്ള ക്ലാസ്സുകളിലെ നോട്ട് ബുക്കുകളിൽ തരുന്നതായിരിക്കും. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി, മങ്കൊമ്പ്. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി, മങ്കൊമ്പ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, അത് കണ്ണൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, കായംകുളം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇനി എൻ്റെ നോട്ട് ബുക്ക് ക്ലാസ് കാണുന്നവർ തീർച്ചയായും ഒരു നോട്ട് ബുക്കും പെന്നും കയ്യിൽ വയ്ക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കേൾക്കുക, അറിയാത്ത കാര്യങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലെ നോട്ട് ബുക്കാണ് ആവശ്യം എന്ന് അറിയിക്കുക. ഏത് ക്ലാസ്സിലെ ഏത് ടോപ്പിക്കാണ് നോട്ട് ബുക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ചില നാടൻ ഇനങ്ങളെക്കുറിച്ച് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അത് നെല്ലിൻ്റെ നാടൻ ഇനങ്ങൾ തവളക്കണ്ണൻ, കുളപ്പാല, ചിറ്റേനി. മാവ് കിളിച്ചുണ്ടൻ. വാഴ പാളയം കോടൻ. പശു വെച്ചൂർ. വെച്ചൂർ പശുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. വലിപ്പത്തിൽ ചെറുതാണ്, നല്ലതുപോലെ രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ്. ഇപ്പം 4 ഓപ്ഷൻ തന്നിട്ട് സങ്കര ഇനങ്ങളും നാടൻ ഇനങ്ങളും തമ്മിൽ തരംതിരിച്ച് അല്ലെങ്കിൽ വേർതിരിച്ച് എഴുതാൻ ചോദിച്ചാൽ
നമ്മൾ ഈ പാഠപുസ്തകത്തിലുള്ള നാടൻ ഇനങ്ങളെക്കുറിച്ച് അറിയുന്നത് നല്ലതായിരിക്കും. നമുക്ക് നാടൻ ഇനങ്ങളെക്കുറിച്ച് അധികം അറിവില്ല. അതുകൊണ്ട് ഈ നാടൻ ഇനങ്ങളുടെ പേര് തീർച്ചയായും പഠിച്ചിരിക്കുക. അപ്പോൾ SCERT പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾക്ക് PSC എക്സാമുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. HSA പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 3 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും 8, 9, 10 ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിലുള്ള ടോപ്പിക്കുകൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതിനുശേഷം +1, +2, ഡിഗ്രി, B.Ed ഉയർന്ന തലത്തിലുള്ള ഉയർന്ന ക്ലാസ്സുകളിലെ നോട്ട് ബുക്കുകൾ തരുന്നതായിരിക്കും. HSA കേട്ടറ്റ് കാറ്റഗറി 3 തയ്യാറെടുക്കുന്നവർ ബയോളജി സബ്ജക്റ്റിൽ വളരെ ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. ഇത് അതിൻ്റെ തുടക്കം മാത്രമാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും പരമാവധി അറിവുകളുള്ള നോട്ട് ബുക്കുകൾ തരുന്നതായിരിക്കും. അപ്പം തുടക്കം എന്ന രീതിയിലാണ് ഈ നോട്ട് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, ശ്രദ്ധിക്കാം. അപ്പം അടുത്തത് പറയുന്നത് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് വർഗസങ്കരണം, ചില പ്രധാന സങ്കര ഇനങ്ങൾ, അതേപോലെ ഗവേഷണ കേന്ദ്രങ്ങൾ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചാണ്. വർഗസങ്കരണവും ടിഷ്യൂ കൾച്ചറും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ടിഷ്യൂ കൾച്ചർ? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണഗണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ഇതിൽ ഒരു സസ്യകലയിൽ നിന്നും അനേകം സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ചുരുങ്ങിയ സമയം കൊണ്ട് അനേകം സന്തതികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ഇനി വളം തരുന്ന ജീവാണുക്കൾ. അസറ്റോബാക്ടറിൻ്റെ പ്രത്യേകത അന്തരീക്ഷ നൈട്രജനെ അമോണിയയാക്കി മാറ്റുന്നു. അസോളയിൽ ജീവിക്കുന്ന സയനോബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ നൈട്രജൻ വളം ആക്കി മാറ്റുന്നു. അസോള അഴുകുമ്പോൾ ഉണ്ടാകുന്ന ഫോസ്ഫറസ്, പൊട്ടാസ്യം, നാഗം, ഇരുമ്പ് എന്നിവ സസ്യങ്ങൾക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നു. മൈക്കോറൈസ എന്നറിയപ്പെടുന്ന കുമിളിൽ നിന്നും ഫോസ്ഫറസ് വളമായിട്ട് ലഭിക്കുന്നു. ഇനി ഒന്നുകൂടി നോക്കാം. ടിഷ്യൂ കൾച്ചർ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഒരു സസ്യകലയിൽ നിന്ന് അനേകം സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് അനേകം സന്തതികളെ ലഭിക്കുന്നു. അസറ്റോബാക്ടർ അന്തരീക്ഷ നൈട്രജനെ അമോണിയാക്കി മാറ്റിയിരുന്നു. അസോളയിലെ സയാനോബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ നൈട്രജൻ വളമാക്കി മാറ്റുന്നു. മൈക്കോറൈസ എന്ന കുമിളിൽ നിന്നും ഫോസ്ഫറസ് വളം ലഭിക്കുന്നു. ഇനി അടുത്തതാണ് മത്സ്യം വളർത്തുന്നതിന് പറയുന്ന പേര് പിസികൾച്ചർ, തേനീച്ച വളർത്തുന്നതിന് പറയുന്ന പേര് എപ്പികൾച്ചർ, പട്ടുനൂൽ കൃഷിക്ക് പറയുന്ന പേര് സെറികൾച്ചർ. ഇനി സങ്കര ഇനങ്ങൾ. പശുവിൻ്റെ പ്രധാന സങ്കര ഇനങ്ങളാണ് സുനന്ദിനി, ജേഴ്സി, സ്വിസ് ബ്രൗൺ. സങ്കര ഇനങ്ങൾ എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷനിൽ വരാൻ സാധ്യത കൂടുതലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കണം. അറിയാത്തവർ തീർച്ചയായും നോട്ട് ബുക്കിലേക്ക് എഴുതി എടുക്കണം. പശുവിൻ്റെ സങ്കര ഇനങ്ങളാണ് സുനന്ദിനി, ജേഴ്സി, സ്വിസ് ബ്രൗൺ. എരുമയുടെ സങ്കര ഇനങ്ങളാണ് മുറ, ബദാവരി, നിലിരവി. എരുമ, മുറ, ബദാവരി, നിലിരവി.
ആടിൻ്റെ സങ്കര ഇനങ്ങളാണ് മലബാറി, ജംനാപാരി. ആട്, മലബാറി, ജംനാപാരി. കോഴി, മൈനോർക്ക, ഗ്രാമലക്ഷ്മി, അങ്കോണ, ഗിരിരാജ. കോഴി, മൈനോർക്ക, ഗ്രാമലക്ഷ്മി, അങ്കോണ, ഗിരിരാജ. താറാവിൻ്റെ സങ്കര ഇനങ്ങളാണ് മസ്കവി, പെക്കിൻസ്, റോയൻസ്. താറാവിൻ്റെ സങ്കര ഇനങ്ങളാണ് മസ്കവി, പെക്കിൻസ്, റോയൻസ്. കാടയുടെ സങ്കര ഇനങ്ങളാണ് ബോബ് വൈറ്റ്, ജപ്പാനീസ്. ഭക്ഷ്യ മത്സ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സങ്കര ഇനങ്ങളാണ് ഗൗരാമി, കാർപ്പ്, രോഹു, കട്ടില. ഭക്ഷ്യ മത്സ്യങ്ങളായി ഉപയോഗിക്കുന്ന സങ്കര ഇനങ്ങളാണ് ഗൗരാമി, കാർപ്പ്, രോഹു, കടില. അലങ്കാര മത്സ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഗോൾഡ് ഫിഷ്, ഏഞ്ചല്, മോളി. ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര. ഇനി തേനീച്ചയുടെ സങ്കര ഇനങ്ങളാണ് മെല്ലിഫറ, ഞൊടിയൻ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തീർച്ചയായും നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് പ്രത്യേകം പഠിക്കണം. ഇനി ഇതിൽ പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ് എന്താണ് സംയോജിത കൃഷി. കാർഷിക രംഗത്ത് സസ്യജന്തുജാലങ്ങളെ സംയോജിപ്പിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. കാർഷിക രംഗത്ത് സസ്യജന്തുജാലങ്ങളെ സംയോജിപ്പിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് സസ്യജന്തു രോഗങ്ങൾ. അതിൻ്റെ നോട്ട് ബുക്ക് അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന സസ്യജന്തു രോഗങ്ങളും അതിന് കാരണമാകുന്ന സൂക്ഷ്മജീവികളും കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലെ ഏത് ടോപ്പിക്കാണ് നോട്ട് ബുക്ക് ആയിട്ട് ആവശ്യം ഉള്ളത് എന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതിൻ്റെ നോട്ട് ബുക്കുകൾ അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ബയോളജി നോട്ട് ബുക്കിൻ്റെ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. 8, 9, 10, +1, +2, ഡിഗ്രി, BEd തുടങ്ങി എല്ലാ ക്ലാസ്സിലെയും നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളുടെ നോട്ട് ബുക്കുകൾ ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ ഉൾപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജിന. ബയോളജി നോട്ട് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC, HSA നാച്ചുറൽ സയൻസ്, കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എന്നീ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബയോളജി നോട്ട് ബുക്ക്. 8ാം ക്ലാസ് മുതൽ ഉയർന്ന ക്ലാസ്സുകളിലുള്ള എല്ലാ ബയോളജി നോട്ട് ബുക്കുകളും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സും ടോപ്പിക്കും കമൻ്റായിട്ട് അറിയിക്കുക. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ തയ്യാറാക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ SCERT സിലബസിലെ 8ാം ക്ലാസ്സിലെ കൃഷി ജീവിതം തന്നെ എന്ന പാഠത്തിലെ പ്രധാന ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ നോട്ട് ബുക്ക്. 8ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാന ചില ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നോട്ട് ബുക്കായിട്ട് തരുന്നത്. അതിൽ 1ാമത്തെ ടോപ്പിക്ക് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ. എന്താണ് വർഗസങ്കരണം? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായവയെ തമ്മിൽ യോജിപ്പിച്ച് മേന്മയുള്ളവയെ വികസിപ്പിക്കുന്ന രീതിക്ക് ആണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടതും
വ്യത്യസ്ത ഗുണങ്ങളുള്ളവയും തമ്മിൽ യോജിപ്പിച്ച് മേന്മയുള്ളവയെ വികസിപ്പിക്കുന്നതിനെയാണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പയറ് ചെടി. ഒരു വിഭാഗം പയറ് ചെടി എണ്ണം കൂടുതലുണ്ട്, എന്നാൽ രോഗപ്രതിരോധം കുറവാണ്. ഒരു വിഭാഗം പയറ് ചെടി രോഗപ്രതിരോധം കൂടുതലാണ്, എന്നാൽ എണ്ണം കുറവാണ്. ഈ രണ്ട് വ്യത്യസ്ത ഗുണങ്ങൾ തമ്മിൽ യോജിപ്പിച്ചാൽ എണ്ണം കൂടുതൽ ഉള്ളതും രോഗപ്രതിരോധമുള്ളതുമായ മേന്മയുള്ള പയർ ചെടി ലഭിക്കും. ഇത്തരത്തിലുള്ള സങ്കരണത്തിനാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. അതായത് ഒരേ വർഗം വ്യത്യസ്ത ഗുണം, ഈ വ്യത്യസ്ത ഗുണങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു, എന്നിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ഗുണം ലഭിക്കുന്നു. ഇതിനെയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. സാധാരണ വർഗസങ്കരണത്തിലുള്ള പ്രധാന ഘട്ടങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിന് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സസ്യങ്ങൾ വേണം. ഒരു സസ്യത്തെ മാതൃസസ്യമായിട്ട് എടുക്കുന്നു, രണ്ടാമത്തെ സസ്യം പിതൃസസ്യമായിട്ട് എടുക്കുന്നു. ഇനി മാതൃസസ്യത്തിലെ കേസരം നീക്കം ചെയ്യുന്നു. പിതൃസസ്യത്തിൽ നിന്നും പരാഗരേണുക്കൾ ശേഖരിക്കുന്നു. മാതൃപുഷ്പത്തിലേക്ക് പരാഗണരേണുക്കൾ നിക്ഷേപിക്കുന്നു. എന്നിട്ട് മാതൃസസ്യം പോളിത്തീൻ കവർ കൊണ്ട് മൂടുന്നു. ശേഷം വിത്ത് ശേഖരിക്കുന്നു, മുളപ്പിക്കുന്നു, ഗുണമേന്മയുള്ള സന്തതികളെ വളർത്തുന്നു. മാതൃസസ്യം, പിതൃസസ്യം. മാതൃസസ്യത്തിൽ നിന്ന് കേസരം നീക്കം ചെയ്യുന്നു, പിതൃസസ്യത്തിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിക്കുന്നു. ഇങ്ങനെ ശേഖരിച്ച പരാഗരേണുക്കൾ മാതൃപുഷ്പത്തിലെ പരാഗണം നടത്തുന്നു. പോളിത്തീൻ കവർ കൊണ്ട് മൂടുന്നു, വിത്ത് ശേഖരിക്കുന്നു, മുളപ്പിക്കുന്നു, ഗുണമേന്മയുള്ള സന്തതികളെ വളർത്തുന്നു. ഈ രീതിയിലാണ് വർഗസങ്കരണം നടത്തുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട അടുത്ത ഘട്ടമാണ് നിർദ്ധാരണം അഥവാ സെലക്ഷൻ. തലമുറകളിൽ വർഗസങ്കരണ പ്രക്രിയ ആവർത്തിച്ച് ഗുണമേന്മ ഉറപ്പാക്കാനുള്ള തിരഞ്ഞെടുപ്പിനെയാണ് നിർദ്ധാരണം അഥവാ സെലക്ഷൻ എന്ന് പറയുന്നത്. തലമുറകളിൽ വർഗസങ്കരണ പ്രക്രിയ ആവർത്തിച്ച് ഗുണമേന്മ ഉറപ്പാക്കാനുള്ള തിരഞ്ഞെടുപ്പിനെയാണ് നിർദ്ധാരണം അഥവാ സെലക്ഷൻ എന്ന് പറയുന്നത്. 8ാം ക്ലാസ്സിലെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചില സങ്കര ഇനങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമാത്രമല്ല, ഇതിന് കൂടുതൽ ഇനങ്ങൾ ഉണ്ട്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നോട്ട് ബുക്കായിട്ട് തരുന്നതായിരിക്കും. ഇത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠത്തിലുള്ള സംഖ്യ ഇനങ്ങൾ മാത്രമാണ് നോട്ട് ബുക്കിൽ തന്നിരിക്കുന്നത്. കൂടുതൽ സങ്കര ഇനങ്ങൾ തുടർന്നുള്ള നോട്ട് ബുക്കുകളിൽ തരുന്നതായിരിക്കും. അപ്പം ആദ്യം അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ടാണ് 8ാം ക്ലാസ്സിലെ ബുക്കിലെ പാഠത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. തുടർന്ന് വലിയ ക്ലാസ്സിലെ നോട്ട് ബുക്കുകൾ തരുന്നതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. നെല്ല് സങ്കര ഇനത്തിന് ഉദാഹരണമാണ് അശ്വതി, ജയ, IR 8. നെല്ല് സങ്കര ഇനം അശ്വതി, ജയ, IR 8. തെങ്ങിൻ്റെ സങ്കര ഇനമാണ് T × D, D × T.
പശു സുനന്ദിനി. ഈ സുനന്ദിനിയെ വികസിപ്പിച്ചെടുത്തത് മാട്ടുബെട്ടി ഇന്തോസിസ് പ്രൊജക്റ്റിലാണ്. കോഴിക്ക് ഉദാഹരണമാണ് അതുല്യ. കോഴിയുടെ സങ്കര ഇനമാണ് അതുല്യ. ഇതിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയിലാണ്. ഇനി പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് പറയാൻ പോകുന്നത്. കുറേയധികം കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഇതിൽ പറയുന്നത്. കൂടുതൽ തുടർന്നുള്ള ക്ലാസ്സുകളിലെ നോട്ട് ബുക്കുകളിൽ തരുന്നതായിരിക്കും. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി മങ്കൊമ്പ്. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി മങ്കൊമ്പ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, അത് കണ്ണൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കായംകുളം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. ഇനി എൻ്റെ നോട്ട് ബുക്ക് ക്ലാസ് കാണുന്നവർ തീർച്ചയായും ഒരു നോട്ട് ബുക്കും പെന്നും കയ്യിൽ വയ്ക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കേൾക്കുക, അറിയാത്ത കാര്യങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലെ നോട്ട് ബുക്കാണ് ആവശ്യം എന്ന് അറിയിക്കുക. ഏത് ക്ലാസ്സിലെ ഏത് ടോപ്പിക്കാണ് നോട്ട് ബുക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ചില നാടൻ ഇനങ്ങളെക്കുറിച്ച് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അത് നെല്ലിൻ്റെ നാടൻ ഇനങ്ങൾ തവളക്കണ്ണൻ, കുളപ്പാല, ചിറ്റേനി. മാവ് കിളിച്ചുണ്ടൻ. വാഴ പാളയം കോടൻ. പശു വെച്ചൂർ. വെച്ചൂർ പശുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. വലിപ്പത്തിൽ ചെറുതാണ്, നല്ലതുപോലെ രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ്. ഇപ്പം 4 ഓപ്ഷൻ തന്നിട്ട് സങ്കര ഇനങ്ങളും നാടൻ ഇനങ്ങളും തമ്മിൽ തരംതിരിച്ച് അല്ലെങ്കിൽ വേർതിരിച്ച് എഴുതാൻ ചോദിച്ചാൽ നമ്മൾ ഈ പാഠപുസ്തകത്തിലുള്ള നാടൻ ഇനങ്ങളെക്കുറിച്ച് അറിയുന്നത് നല്ലതായിരിക്കും. നമുക്ക് നാടൻ ഇനങ്ങളെക്കുറിച്ച് അധികം അറിവില്ല. അതുകൊണ്ട് ഈ നാടൻ ഇനങ്ങളുടെ പേര് തീർച്ചയായും പഠിച്ചിരിക്കുക. അപ്പോൾ SCERT പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾക്ക് PSC എക്സാമുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. HSA പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 3 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും 8, 9, 10 ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിലുള്ള ടോപ്പിക്കുകൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതിനുശേഷം +1, +2, ഡിഗ്രി, B.Ed ഉയർന്ന തലത്തിലുള്ള ഉയർന്ന ക്ലാസ്സുകളിലെ നോട്ട് ബുക്കുകൾ തരുന്നതായിരിക്കും. HSA കേട്ടറ്റ് കാറ്റഗറി 3 തയ്യാറെടുക്കുന്നവർ ബയോളജി സബ്ജക്റ്റിൽ വളരെ ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. ഇത് അതിൻ്റെ തുടക്കം മാത്രമാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും പരമാവധി അറിവുകളുള്ള നോട്ട് ബുക്കുകൾ തരുന്നതായിരിക്കും. അപ്പം തുടക്കം എന്ന രീതിയിലാണ് ഈ നോട്ട് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, ശ്രദ്ധിക്കാം. അപ്പം അടുത്തത് പറയുന്നത് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് വർഗസങ്കരണം, ചില പ്രധാന സങ്കര ഇനങ്ങൾ, അതേപോലെ ഗവേഷണ കേന്ദ്രങ്ങൾ.
ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചാണ്. വർഗസങ്കരണവും ടിഷ്യൂ കൾച്ചറും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ടിഷ്യൂ കൾച്ചർ? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണഗണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ഇതിൽ ഒരു സസ്യകലയിൽ നിന്നും അനേകം സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ചുരുങ്ങിയ സമയം കൊണ്ട് അനേകം സന്തതികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ഇനി വളം തരുന്ന ജീവാണുക്കൾ. അസറ്റോബാക്ടറിൻ്റെ പ്രത്യേകത അന്തരീക്ഷ നൈട്രജനെ അമോണിയയാക്കി മാറ്റുന്നു. അസോളയിൽ ജീവിക്കുന്ന സയനോബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ നൈട്രജൻ വളം ആക്കി മാറ്റുന്നു. അസോള അഴുകുമ്പോൾ ഉണ്ടാകുന്ന ഫോസ്ഫറസ്, പൊട്ടാസ്യം, നാഗം, ഇരുമ്പ് എന്നിവ സസ്യങ്ങൾക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നു. മൈക്കോറൈസ എന്നറിയപ്പെടുന്ന കുമിളിൽ നിന്നും ഫോസ്ഫറസ് വളമായിട്ട് ലഭിക്കുന്നു. ഇനി ഒന്നുകൂടി നോക്കാം. ടിഷ്യൂ കൾച്ചർ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഒരു സസ്യകലയിൽ നിന്ന് അനേകം സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് അനേകം സന്തതികളെ ലഭിക്കുന്നു. അസറ്റോബാക്ടർ അന്തരീക്ഷ നൈട്രജനെ അമോണിയാക്കി മാറ്റിയിരുന്നു. അസോളയിലെ സയാനോബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ നൈട്രജൻ വളമാക്കി മാറ്റുന്നു. മൈക്കോറൈസ എന്ന കുമിളിൽ നിന്നും ഫോസ്ഫറസ് വളം ലഭിക്കുന്നു. ഇനി അടുത്തതാണ് മത്സ്യം വളർത്തുന്നതിന് പറയുന്ന പേര് പിസികൾച്ചർ, തേനീച്ച വളർത്തുന്നതിന് പറയുന്ന പേര് എപ്പികൾച്ചർ, പട്ടുനൂൽ കൃഷിക്ക് പറയുന്ന പേര് സെറികൾച്ചർ. ഇനി സങ്കര ഇനങ്ങൾ. പശുവിൻ്റെ പ്രധാന സങ്കര ഇനങ്ങളാണ് സുനന്ദിനി, ജേഴ്സി, സ്വിസ് ബ്രൗണും. സങ്കര ഇനങ്ങൾ എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷനിൽ വരാൻ സാധ്യത കൂടുതലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കണം. അറിയാത്തവർ തീർച്ചയായും നോട്ട് ബുക്കിലേക്ക് എഴുതി എടുക്കണം. പശുവിൻ്റെ സങ്കര ഇനങ്ങളാണ് സുനന്ദിനി, ജേഴ്സി, സ്വിസ് ബ്രൗൺ. എരുമയുടെ സങ്കര ഇനങ്ങളാണ് മുറ, ഭദാവരി, നിലിരവി. എരുമ, മുറ, ഭദാവരി, നിലിരവി. ആടിൻ്റെ സങ്കര ഇനങ്ങളാണ് മലബാറി, ജംനാപാരി. ആട്, മലബാറി, ജംനാപാരി. കോഴി, മൈനോർക്ക, ഗ്രാമലക്ഷ്മി, അങ്കോണ, ഗിരിരാജ. കോഴി, മൈനോർക്ക, ഗ്രാമലക്ഷ്മി, അങ്കോണ, ഗിരിരാജ. താറാവിൻ്റെ സങ്കര ഇനങ്ങളാണ് മസ്കവി, പെക്കിൻസ്, റോയൻസ്. താറാവിൻ്റെ സങ്കര ഇനങ്ങളാണ് മസ്കവി, പെക്കിൻസ്, റോയൻസ്. കാടയുടെ സങ്കര ഇനങ്ങളാണ് ബോബ് വൈറ്റ്, ജപ്പാനീസ്. ഭക്ഷ്യ മത്സ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സങ്കര ഇനങ്ങളാണ് ഗൗരാമി, കാർപ്പ്, രോഹു, കട്ടില. ഭക്ഷ്യ മത്സ്യങ്ങളായി ഉപയോഗിക്കുന്ന സങ്കര ഇനങ്ങളാണ് ഗൗരാമി, കാർപ്പ്, രോഹു, കടില. അലങ്കാര മത്സ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഗോൾഡ് ഫിഷ്, ഏഞ്ചൽ, മോളി. ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര. ഇനി തേനീച്ചയുടെ സങ്കര ഇനങ്ങളാണ് മെല്ലിഫറ, ഞൊടിയൻ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തീർച്ചയായും നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് പ്രത്യേകം പഠിക്കണം. ഇനി ഇതിൽ പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ് എന്താണ് സംയോജിത കൃഷി. കാർഷിക രംഗത്ത് സസ്യജന്തുജാലങ്ങളെ സംയോജിപ്പിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. കാർഷിക രംഗത്ത് സസ്യജന്തുജാലങ്ങളെ സംയോജിപ്പിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് സസ്യജന്തു രോഗങ്ങൾ. അതിൻ്റെ നോട്ട് ബുക്ക് അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന സസ്യജന്തു രോഗങ്ങളും അതിന് കാരണമാകുന്ന സൂക്ഷ്മജീവികളും കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക്
ഏത് ക്ലാസ്സിലെ ഏത് ടോപ്പിക്കാണ് നോട്ട് ബുക്ക് ആയിട്ട് ആവശ്യം ഉള്ളത് എന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതിൻ്റെ നോട്ട് ബുക്കുകൾ അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ബയോളജി നോട്ട് ബുക്കിൻ്റെ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. 8, 9, 10, +1, +2, ഡിഗ്രി, BEd തുടങ്ങി എല്ലാ ക്ലാസ്സിലെയും നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളുടെ നോട്ട് ബുക്കുകൾ ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ ഉൾപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.